ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കശി ആൻഡ് മീ. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അതിലുപരി ഒരുപാട് സ്നേഹമുണ്ട്. എന്നെ അറിയാത്തവരും അറിയുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതില്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? അബൌട്ട് മീ. എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അബൌട്ട് മീ എന്നുള്ള ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടതാണ്. ആ സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് എൻ്റെ ഏജ് ആണ്, പിന്നെ അതുപോലെ എൻ്റെ ഹൈറ്റ്, പിന്നെ വെയിറ്റ് ചോദിച്ചവരുണ്ട്, പിന്നെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിച്ചവരുണ്ട്, പിന്നെ അതേപോലെ ലൈഫിൽ ഏതെങ്കിലും സ്റ്റേജിൽ ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ആളുടെ കൂടെ അങ്ങോട്ടേക്ക് ജോലി സ്ഥലത്തേക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചവരുണ്ട്, പിന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എന്നെക്കുറിച്ച് അറിയാൻ കുറച്ച് പേർക്കെങ്കിലും താല്പര്യമുണ്ട് എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുമല്ലോ, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നെങ്കിൽ. കാരണം യൂട്യൂബിലും അതേപോലെ കമന്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ എൻ്റെ ഏജ് ചോദിച്ചിട്ടും. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ബ്രദർ ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ ഓൺ ബ്രദർ ആണോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം എന്നുള്ളതും കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടല്ല, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഏജ് ആണ്. എൻ്റെ ഏജ് 28 ആണ്. ഞാൻ 97ലാണ് ജനിച്ചത്. പിന്നെ ഈ ജാനുവരി വന്നിട്ടുണ്ടെങ്കിൽ 29 ആവും. ഇപ്പൊ പ്രസന്റ്ലി 28ലാണുള്ളത്. ഓക്കെ. പിന്നെ എൻ്റെ ഹൈറ്റ് 147 ആണ്. വെയിറ്റ് 39 കിലോയാണ് കേട്ടോ. അത് മാക്സിമം ഞാൻ 40-42 എത്തിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും എത്തിക്കണം. ഓക്കെ. കാരണം എന്താന്ന് വെച്ചാൽ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഒരു നമുക്ക് എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈറ്റ് എന്തായാലും കൂട്ടാൻ പറ്റില്ല, അപ്പൊ വെയിറ്റ് എങ്കിലും കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഡെലിവറി സമയത്ത് മാത്രമേ 45 കിലോ വരെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടുള്ളൂ. അപ്പൊ അത് മാക്സിമം ആണ് കേട്ടോ. എൻ്റെ ഏറ്റവും മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 45 വരെ പോയിട്ടുള്ളൂ, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഹൈറ്റും വെയിറ്റ് ഇല്ലാണ്ട് ഇത് എങ്ങനെ പ്രസവിക്കുന്നു. കാരണം അത്രയും ചെറിയ ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലിയിലൊക്കെ എങ്ങനെ പ്രസവിക്കുന്നുള്ളത്. പക്ഷേ നോർമൽ ഡെലിവറി ആണ് ഗൈസ്. ഞാൻ ഡെലിവറി സ്റ്റോറിയൊക്കെ പിന്നെ പറയാം. കാരണം ഹൈറ്റ് വെയിറ്റ് ഇല്ലാത്തവരൊക്കെ എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും കേട്ടോ, ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ഇൻസ്പിറേഷൻ ആവേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സാരി കൊടുക്കുന്ന സമയത്ത് ചിലർക്ക് കോൺഫിഡൻസ് ഇല്ല, പക്ഷെ ചേച്ചിന്റെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സാരി കൊടുക്കാൻ. അങ്ങനെ കുറച്ച് കമന്റ്സ് കേട്ടോ. ഓക്കെ. അപ്പൊ എൻ്റെ വെയിറ്റ് അറിഞ്ഞില്ലേ. പിന്നെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഫാമിലി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് സനിൽ, ആള് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പഞ്ചാബിലാണ് നിലവിലുള്ളത്. പിന്നെ എനിക്കൊരു മോനാണ്. മോന്റെ പേര് സംസ്കൃത്. ആള് LKG പഠിക്കുന്നു. ഞങ്ങളെല്ലാം എസ് ഫാമിലി ആണ് കേട്ടോ. ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫാമിലിയിലാണെങ്കിലും അച്ഛന്റെ പേര് ശ്രീനിവാസൻ, അമ്മ സുനിത, പിന്നെ അനിയൻ സച്ചിൻ, പിന്നെ ഏട്ടന്റെ പേര് സനിൽ എന്നാണല്ലോ. പിന്നെ അതേപോലെ ഞാൻ സുമിഷ. പിന്നെ അനിയന്റെ വൈഫിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ വ്യത്യാസമുള്ളത് കേട്ടോ. ആളുടെ പേര് ജസ്ന എന്നാണ്. അനിയൻ മാരീഡ് ആണ്. പിന്നെ എന്റെ മോന്റെ പേര് സംസ്കൃത്. അങ്ങനെ നമ്മളെല്ലാവരും എസ് ഫാമിലി ആണ്. പക്ഷെ അവള് മാത്രം ജെ ആണ് കേട്ടോ. പിന്നെ അനിയൻ ഇപ്പം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവന്റെ പേര് സച്ചിൻ എന്നാണ്. പിന്നെ അതേപോലെ ഒരു ഇന്റർകാസ്റ്റ് മാരേജും കൂടിയാണ് കേട്ടോ അനിയൻ്റെത്. പിന്നെ അവള് ക്രിസ്ത്യൻ ആണ്, നമ്മള് ഹിന്ദുസ് ആണ്. പിന്നെ അതേപോലെ വേറെന്താ ഡീറ്റെയിൽസ്, അനിയന്റെ വൈഫ് നേഴ്സിംഗ് ട്യൂട്ടറാണ്. ആളിപ്പോ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ മലപ്പുറം ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെന്താ ഹസ്ബൻഡിന്റെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ എന്റെ ഫാമിലി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അച്ഛന്റെ പേര് അശോകൻ എന്നാണ്, അമ്മ ഹൈമാവതി. ഒരു വെറൈറ്റി പേരല്ലേ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്? ഓക്കെ. എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മേൻ്റെ പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അമ്മേൻ്റെ പേര് ഹൈമാവതി. പിന്നെ അനിയത്തിൻ്റെ പേര് രമിഷ എന്നാണ്. ആള് PG കഴിഞ്ഞു, ഇപ്പൊ CMA കോച്ചിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയൻ്റെ പേര് കാർത്തിക് ആണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെ പേരും ഡിഫറെന്റ് ആണ് കേട്ടോ. അതായത് ഒരേ ലെറ്ററിൽ വെച്ചിട്ടല്ല പേരുള്ളത്, എല്ലാവരും വേറെ വേറെ ലെറ്ററിലാണ്. പിന്നെ അനിയൻ കാർത്തിക്, അവൻ 9th പഠിക്കുന്നുണ്ട്. പിന്നെ അവനും ഞാനും തമ്മില്
14 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ കമന്റിൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഓൺ ബ്രദർ ആണോന്ന്. ഓൺ ബ്രദറാണ്. ഞങ്ങൾ 2 പെൺമക്കൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ആൺകുട്ടിയാണ് എൻ്റെ അനിയൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ 14 വയസ്സിന്റെ വ്യത്യാസമാണ്. ഞാൻ 9th പഠിക്കുമ്പോഴാട്ടോ അവൻ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും അവൻ ഒരു മോനെ പോലെ തന്നെയാണ് കേട്ടോ. കാരണം ഒരു ചേച്ചീന്ന് അവൻ കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ, അതായത് എൻ്റെ അനിയത്തീനെ ആയിരിക്കും. എന്നെ അടുത്ത് പക്ഷെ ഒരു എന്താ പറയാ, അങ്ങനെ വഴക്കിടാനോ ചെറിയ ഇങ്ങനെ കുസൃതി കളിക്കാനോ ഒന്നും അവൻ വരാറില്ല. കാരണം ഒരു അമ്മന്റെ സ്ഥാനം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞതില് ഞാൻ കൂടുതൽ അവനെ എടുത്ത് നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അതെന്റെ ഓൺ ബ്രദർ തന്നെയാണ് കേട്ടോ. പിന്നെ മെജോറിറ്റി വന്ന ക്വസ്റ്റ്യൻ കുറേയൊക്കെ മറന്നുപോയി കേട്ടോ. ഏതൊക്കെയോ ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ ഞാൻ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈഫിൽ ഹോബീസ് ചോദിച്ചതിൽ എനിക്കിപ്പോൾ ഞാൻ എന്ത് ഹോബീസ് എടുത്ത് പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് കൊണ്ട് തന്നെ ആർട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അത്യാവശ്യം എംബ്രോയ്ഡറി വർക്ക് ചെയ്യാറുണ്ട്, സ്റ്റിച്ച് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ക്രോഷറ്റിങ്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നീഡിൽ വെച്ചിട്ട് അത് ക്രോഷറ്റിങ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അത്യാവശ്യം വരയ്ക്കും, വലിയ കാര്യമായിട്ടില്ല, അത്യാവശ്യം ഞാൻ വരയ്ക്കും. പിന്നെ അങ്ങനെ ആർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ ചെടിച്ചട്ടികൾ, പിന്നെ വൈറ്റ് സിമെന്റ് വെച്ചിട്ട് ചെടിച്ചട്ടികൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടേക്ക് വെച്ച് കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ അവിടുത്തെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീടൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ സമയം ഒരു പ്രശ്നമായതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല. പിന്നെ എന്തായാലും ആർട്ട് വർക്കൊക്കെ ചെയ്യണം. കാരണം നമുക്കിപ്പം എന്താ പറയാ, ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലതല്ല. നമ്മുടെ വീട്ടിലിങ്ങനെ അലങ്കാരമായിട്ട് വെക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ആയിട്ട് ഇടാം കേട്ടോ, ഞാൻ ഓരോ ചെയ്യുന്ന വർക്കിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഹോബീസ് എന്ന് പറയാന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും, കുറേ നേരം സംസാരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞ് റിലാക്സ്ഡ് ആവുന്നത് ഇങ്ങനെ ഒത്തിരി സംസാരിക്കുമ്പോഴാണ്. അത് എന്താ പറയുക, പലപ്പോഴും എൻ്റെ ഇപ്പം ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാട്ടോ. അപ്പം സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഹോബീസ് എന്ന് പറയാൻ ഈ പറഞ്ഞ പോലെ എന്താ, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. കുക്ക് ചെയ്യുന്നത് ഭയങ്കര കുക്കൊന്നുമല്ല, പക്ഷെ ഉണ്ടാക്കുന്ന ഫുഡിന് കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എൻ്റെ കെട്ടിയവൻ പറയാറുള്ളതാണ്. ആൾക്ക് ചില ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ വലിയ പ്രോ കുക്കൊന്നുമല്ല, പക്ഷെ അതായത് അത്ര വലിയ കുക്കല്ല, പക്ഷെ എന്താ പറയുക, ആവശ്യത്തിന് ഞാൻ കുക്ക് ചെയ്യും. എന്നാൽ എന്താ പറയുക, ഇങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ വെറൈറ്റി ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്ക് വീഡിയോയിൽ കുക്കിംഗ് ഒക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ എന്താണ് ഹോബീസ്, പിന്നെ എൻ്റെ പ്രൊഫഷൻ ചോദിച്ചവരുണ്ട് കേട്ടോ. പ്രൊഫഷൻ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചതെങ്കിലും ഇപ്പോൾ കോസ്മെറ്റിക്സിന്റെ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസേഴ്സിനെ മാനേജ് ചെയ്യുന്ന ജോബാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് ചോദിച്ചത്, പിന്നെ ലൈഫിൽ ഏതെങ്കിലും സ്റ്റേജിൽ ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോന്ന്. ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ കുറെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതൊക്കെ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഓവർകം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ നമ്മൾ ഓവർകം ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചത്, ഓക്കെ. പിന്നെ ഞാൻ പഠിച്ചത് 4 വരെ ഞാൻ സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഒന്നുമല്ല, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. 1 മുതൽ 4 വരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്. 5, 6, 7 പിന്നെ എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടോ, നടവയിൽ. പിന്നെ അതേപോലെ 8, 9, 10 കാട്ടിക്കുളം സ്കൂളിൽ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളാണ്. പിന്നെ +1, +2 മാനന്തവാടി GVHS പഠിച്ചു. പിന്നെ ഡിഗ്രി വേറെ കോളേജിൽ പഠിച്ചു. അങ്ങനെ എന്താ പറയാ, കണ്ടിന്യൂസ്ലി ഒരു സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. എവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സും പരിചയക്കാരും തന്നെയായിരിക്കും. അപ്പൊ അത് എൻ്റെ പിന്നെ ഏട്ടൻ്റെ അച്ഛൻ ഇങ്ങനെ എപ്പോൾ പറയും, ഇവളുടെ അതായത് ഇവളെയും കൊണ്ട് എവിടെയും പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഫ്രണ്ട്സും പരിചയക്കാരും തന്നെയാണ്. കാരണം ഞാൻ എല്ലാവരോടും നല്ലോണം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടാവും. അങ്ങനെ പിന്നെന്താ, എൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഒരിക്കലും നമ്മുടെ വ്യക്തിത്വം മറച്ചു വെച്ച് ഒരാളുടെ മുമ്പിലും ജീവിക്കാൻ പറ്റാത്തൊരു ആളാണ് കേട്ടോ ഞാൻ. കാരണം
എന്താ പറയാ, നമ്മൾ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ അല്ലെങ്കിൽ അങ്ങനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവൾ ഇങ്ങനെയാണോ എന്നൊന്നും ചിന്തിക്കരുത്. കാരണം അതൊന്നും ഹൈഡ് ചെയ്ത് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോയിലൊന്നും വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. പിന്നെ ഇഷ്ടമുള്ളൊരു കാര്യം എന്താ പറയുക, ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ മോനും അങ്ങനെയാണ് കേട്ടോ, ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം എനിക്കൊരു വീക്ക്നെസ് ആണ്. ആദ്യമൊക്കെ ഞാൻ പകലും കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പം പിന്നെ പകലുള്ള ഉറക്കമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം സമയം കിട്ടാറില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, അപ്പം അതൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ഉറക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ നിലവിലിപ്പോൾ ഹസ്ബൻഡ് എവിടെയെങ്കിലും, അതായത് ഹസ്ബൻഡ് ലീവിന് വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ പറ്റുള്ളൂ. അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ തന്നെയാണ് അല്ലേ, കാരണം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഹൈറ്റ് വെയിറ്റ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പ്രസവിച്ചു നിങ്ങൾ അറിയണ്ടേ ഗൈസ്. ഓക്കെ, അപ്പം അത് ഞാൻ പിന്നെ ചെയ്യാം. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന ആളാണ്. കാരണം നീ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് എങ്ങനെ പ്രസവിക്കും എന്നുള്ളത്. പിന്നെ ഇനിയിപ്പം എനിക്ക് എന്താ പറയുക, വെയിറ്റ് കൂട്ടാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം വെയിറ്റ് കൂട്ടിയേ പറ്റും. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യം എന്നറിയോ, ഞാൻ ഇങ്ങനെ ഈ സ്ലിം ആയിരിക്കണേന്ന്. അപ്പോൾ ആക്ച്വലി പിന്നെ ഒന്നാമത് എൻ്റെ ജനറ്റിക്സ് അങ്ങനെ ആയിരിക്കണം. കാരണം അമ്മ ആദ്യം മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു, ഇപ്പോഴാണ് പിന്നെ അമ്മ തടി വെച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ ഞാൻ തടി വെക്കുമായിരിക്കും. പിന്നെ ഞാൻ തടി വെക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഫുഡ് കഴിക്കുമ്പം ഒരിക്കലും വയറ് ഫുള്ളായിട്ട് ഞാൻ കഴിക്കാറില്ല. അതായത് വയറ് നിറഞ്ഞു നമുക്ക് തോന്നുന്ന ആ ഒരു ലെവൽ വരെ ഞാൻ ഫുഡ് കഴിക്കാറില്ല. എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിന് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ കലോറി ഉള്ള ഫുഡ് മാക്സിമം ഇപ്പം നമുക്ക് വെയിറ്റ് ഇല്ല, അപ്പം അതിനനുസരിച്ചുള്ള കലോറി ഉള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, വെയിറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ, ഹൈറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ എന്തായാലും വെയിറ്റ് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം മറ്റന്നാൾ എന്തായാലും കർക്കിടകമൊക്കെ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എന്താ പറയുക, ഹൈറ്റ് കൂട്ടാനുള്ള ഹൈറ്റ് എന്തായാലും കൂടില്ല, വെയിറ്റ് ആട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ വെയിറ്റ് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മരുന്നൊക്കെ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടാം. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പം അത് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ട് നന്നാവണം എന്നല്ല ഞാൻ പറയാം കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഫോളോവേഴ്സിൽ കൂടുതലും ഹൈറ്റ് ഇല്ലാത്ത, അങ്ങനെ കോംപ്ലക്സ് അടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് വരും, ചേച്ചി ഹൈറ്റ് ഇല്ലെങ്കിലും ചേച്ചി എങ്ങനെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നേ, എങ്ങനെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ലോണം സാരി ഉടുക്കുന്നേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഹൈറ്റോ എൻ്റെ വെയിറ്റോ എനിക്കൊരു കുറവായിട്ട് എനിക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെയും മറ്റുള്ളവർ പറയുമ്പോൾ നീ എന്താ തടിക്കാത്തേ എന്നുള്ളത് പറയുമ്പോൾ മാത്രമേ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് അതൊരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാം. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് തന്നെ തോന്നി എനിക്ക് കുറച്ച് വെയിറ്റ് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളത്. കാരണം എന്താ പറയുക, ഇങ്ങനെ എല്ലാവരുടെയും കമൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുമല്ലോ. അങ്ങനെ ഹൈറ്റിന് ഇപ്പം എന്തായാലും ഒരു കാലത്തും കൂടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഹൈറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഹൈറ്റ് ഇത്ര കുറവായല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് ഇതൊരു ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്ന ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടാലും കുഞ്ഞ് ആൾക്കാരെ പോലെ ഇരിക്കുമല്ലോ. അതുകൊണ്ട് അതിപ്പോൾ എൻ്റെ പ്രായക്കുറവ് തോന്നുന്നുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഹൈറ്റ് കുറവായതുകൊണ്ടായിരിക്കും മേ ബി. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് നിനക്ക് എത്ര വയസ്സായിട്ടുണ്ട്. കാരണം മോനെ എടുത്തിട്ടൊക്കെ പോകുമ്പോൾ ഇത് നിന്റെ മോനാണെന്ന് ചോദിക്കും. കാരണം അവൻ തന്നെ ഇപ്പം എന്നെ ഏകദേശം എൻ്റെ എത്ര ഒക്കെ ആവാനായിട്ടുണ്ടാവും. കാരണം എന്താ പറയുക, അവനെ എടുത്ത് നടക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഹൈറ്റും വെയിറ്റും വേണമല്ലോ നമുക്ക് എടുത്ത് നടക്കണമെങ്കിൽ. അപ്പം അങ്ങനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് നീ ഇത്ര ചെറുതാണോ, കണ്ടാ ഇത്രയും വയസ്സുണ്ടെന്ന് പറയില്ല എന്ന് പറയാൻ കാരണം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതും വെയിറ്റ് ഇല്ലാത്തതും കൊണ്ട് തന്നെയാണ്. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുഞ്ഞതായിട്ട് തന്നെ കേട്ടോ ഇരിക്കാൻ ഇഷ്ടം. ഞാൻ അങ്ങനെ വലിയ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യില്ല. എനിക്കുള്ള കുറവുകൾ അല്ലെങ്കിൽ എനിക്കത് കുറവായിട്ട് തോന്നിയിട്ടില്ല. മറ്റുള്ളവർക്ക് അത് തോന്നുമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം
ദൈവം എനിക്ക് ഇത്രയെങ്കിലും കഴിവുകൾ തന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ കാലിനും കൈക്കും കുഴപ്പമില്ലാതെ അങ്ങനെ തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നുവരെ എനിക്കൊരു റിഗ്രഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ഒരാള് എന്നുള്ള രീതിയിൽ പിന്നെ എന്താ പറയാ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ കഴിവുകൾ കൊണ്ടും പിന്നെ അതേപോലെ നമുക്ക് ദൈവം തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളും കൊണ്ട് നമ്മൾ സന്തോഷിക്കുക, അത്രയല്ലേ ഉള്ളൂ. കാരണം കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, കിട്ടിയതിനെ കുറിച്ച് സന്തോഷിക്കുക എന്നുള്ള പോളിസിയാണ് കേട്ടോ എനിക്ക്. അപ്പൊ അതുകൊണ്ട് എന്തില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. എനിക്കില്ലാത്തതിനെ കുറിച്ച് ഞാൻ ഓർത്ത് സങ്കടപ്പെടാറേ ഇല്ല. പിന്നെ നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക ഞാൻ ബേസിക്കലി ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലൊന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ കുറച്ചെങ്കിലും ഫെയിം ആയിട്ടുള്ളത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട്, എനിക്കില്ലാത്തൊരു കാര്യമാണല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ്, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ഇല്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ വറീഡ് ആവാറില്ല. അപ്പം എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സന്തോഷിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഭയങ്കര കത്തി അടിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വേഗം പോയിട്ട് ലൈവ് ഇടും. കാരണം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുക, സംസാരിക്കുക, പിന്നെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, പിന്നെ എൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഇതൊക്കെ നല്ലൊരു രസമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ബേസിക്കലി എനിക്ക് ഒരാളോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ അത് ഞാൻ പറയും. ഞാൻ അങ്ങനെ എന്താ പറയുക മനസ്സിൽ വെച്ചിട്ട് എനിക്ക് വേറെ രീതിയിൽ ഒരാളുടെ അടുത്ത് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ കുറേ നെഗറ്റീവ്സിലൊന്നാണ് ഈ എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാം പറയാന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഓപ്പൺ മൈൻഡുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെന്താ എന്നെക്കുറിച്ച് അറിയാനുള്ള ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബേസിക്കലി. പിന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഒരു രസമില്ലല്ലോ. ബാക്കി നിങ്ങൾക്ക് എന്താ പറയുക വഴിയെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഭയങ്കര പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇമോഷണലി കുറച്ച് വീക്കാണ്. കാര്യം ഞാനിങ്ങനെ ഭയങ്കര സംസാരിക്കുന്ന ആളാണെങ്കിലും ചില കാര്യങ്ങൾ കുറച്ച് ഇമോഷണലി ആവാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് ഒക്കെ കാണുമ്പോൾ അയ്യോ, പിന്നെ അതായിരിക്കും ഒരു ടെൻഷൻ. പിന്നെ ഇപ്പോൾ അത് ഞാൻ മാറ്റിക്കൊണ്ട് വരാം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് നമുക്ക് ഒരിക്കലും നമ്മളെ എന്താക്കാൻ വേണ്ടി തളർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഗൈസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞതും. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇവൾ ഇങ്ങനത്തെ ഒരു ടൈപ്പാണോ എന്നൊക്കെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ ഓരോ ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ പിന്നെ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അതേപോലെ അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, പിന്നെ ഇപ്പം എന്താ പറയുക അധികം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അതായത് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതായിരിക്കും ടോപ്പിക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ അതിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, ചേച്ചി അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് ഉണ്ട്. അതെങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാട്ടോ ഞാൻ പറയാൻ പോകുന്നത്, അല്ലാണ്ട് ഒരിക്കലും വേറെ എവിടുന്നും എടുത്തിട്ട് പറയുന്നതല്ല. ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നമ്മൾ കാരണം ഒരാൾക്ക് എന്താ പറയുക ഒരു ഹെൽപ്പ് ആവാന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമല്ല. എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ കാരണം ഒരാൾക്ക് അത് ഹെൽപ്പ് ആവുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ഒക്കെ വേണ്ടേ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗും ചെയ്യും, ഈ ടൈപ്പിലുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതും വീഡിയോ ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ടോപ്പിക്ക് മാറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ബോറടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ
അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ടൈപ്പ് വീഡിയോസും ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി സജഷൻസ് തരാം കേട്ടോ. കമൻറ്റിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് സജഷനായിട്ട് ഇടാം. അപ്പം ഇത്ര നേരം എൻ്റെ കത്തി സഹിച്ചിരുന്ന നിങ്ങളുടെ അടുത്ത് ഒരു നന്ദി പറയുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും തുടർന്നും എൻ്റെ വീഡിയോസ് കാണണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.